മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത PSC കോഴ വിവാദത്തിൽ കടുത്ത നടപടിയുമായി CPIM. ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തനമാണ് പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. കോഴയാരോപണം കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും വിമർശനമുയർന്നു. PSC കോഴയാരോപണത്തെക്കുറിച്ച് ജില്ലാ കമ്മിറ്റിക്കോ പാർട്ടിക്കോ അറിയില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി P. മോഹനനും മന്ത്രി PA മുഹമ്മദ് റിയാസും പറഞ്ഞത്. ആ ആരോപണത്തിലാണ് ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കിക്കൊണ്ട് പാർട്ടി കടുത്ത നടപടി സ്വീകരിച്ചത്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉചിതമായ തീരുമാനമെടുക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അതുപ്രകാരം രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് നടപടി സ്വീകരിച്ചു. പ്രമോദ് അംഗമായ ടൗൺ ഏരിയ കമ്മിറ്റിയിൽ തീരുമാനം വിശദീകരിച്ചു. പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തനം പ്രമോദ് നടത്തി എന്നാണ് കണ്ടെത്തൽ. ആരോപണത്തിൽ പ്രമോദ് നൽകിയ വിശദീകരണം പൂർണ്ണമായും ജില്ലാ കമ്മിറ്റി തള്ളി. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും വിമർശനമുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് വിമർശനമുന്നയിച്ചത്. അതിനിടെ ആരോപണം തെളിയിക്കാൻ പരാതിക്കാരനെ പ്രമോദ് കോട്ടൂളി വെല്ലുവിളിച്ചു. ഈ 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ്, ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ്, എന്നാണ്? അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം തീർത്തും ഈ PSC കോഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ടല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിന് മുന്നിൽ പോയിരിക്കാൻ വേണ്ടി പോവുകയാണ്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് പ്രമോദ് 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. തന്റെ പേര് ഇതിൽ ഉൾപ്പെടുത്തിയതിനെതിരെ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തതോടെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കുകയായിരുന്നു CPIM. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.